എനിക്കായി മരിച്ചുയർന്ന എന്റെ താതനെ ഓർത്തിടുമ്പോൾ ഇഹത്തിലെ ഭാരങ്ങൾ ആകുലവ്യാധികൾ സാരമില്ല എനിക്ക്. ഇഹത്തിലെ ഭാരങ്ങൾ ആകുലവ്യാധികൾ സാരമില്ല എനിക്ക്. എന്റെ പ്രിയന്റെ സ്നേഹത്തെ വന്നിച്ചീടാ ആവതില്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. എന്റെ പ്രാണനാഥനേ മാവിൽ ചാരി ഞാൻ ആശ്വസിക്കും. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതുപോ തന്നിഴലൻ ഭയം. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതുപോ തന്നിഴലൻ ഭയം. എന്റെ പ്രിയന്റെ സ്നേഹത്തെ വന്നിച്ചീടാ ആവതില്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. എന്റെ യാത്രയിൽ കൂടിരുന്ന് എന്റെ വേദന ചുമന്നിടുന്നു. അമ്മ മറന്നാലും സോദരൻ തള്ളിയാലും നാഥൻ കൂടെയുണ്ട്. അമ്മ മറന്നാലും സോദരൻ തള്ളിയാലും നാഥൻ കൂടെയുണ്ട്. എന്റെ പ്രിയന്റെ സ്നേഹത്തെ വന്നിച്ചീടാ ആവതില്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. എന്റെ പ്രാണനാഥനേ മാവിൽ ചാരി ഞാൻ ആശ്വസിക്കും. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതുപോ തന്നിഴലിൻ ഭയം. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതുപോ തന്നിഴലിൻ ഭയം. എന്റെ പ്രിയന്റെ സ്നേഹത്തെ വന്നിച്ചീടാ ആവതില്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമേ പ്രിയനേ. കഷ്ടങ്ങൾ
നഷ്ടമാരായാലും സമ്മതമേ പ്രിയരേ. എനിക്കായി മരിച്ചുയർത്താൻ എന്റെ താതനെ കാത്തിടുമ്പോൾ ഇഹത്തിലെ ഭാരങ്ങൾ ആകുല വ്യാധികൾ ഇഹത്തിലെ ഭാരങ്ങൾ ആകുല വ്യാധികൾ എന്റെ പ്രിയന്റെ സ്നേഹത്തെ പാടുക. ഓ നഷ്ടങ്ങൾ വന്നാലും നഷ്ടമായാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടമായാലും എന്റെ യാത്രയിൽ തുടരുന്ന അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുൻവിധിയാലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാം എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ തെറ്റ് സംഭവിക്കാത്ത വിശ്വാസികൾ ആരും കാണുകയില്ല. ആരും തികഞ്ഞവരല്ലോ. ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കി തരുന്ന പിഴവുകൾ, പാപങ്ങൾ ഒക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞാൽ മാത്രം മതി. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ആഗ്രഹം താൻ തിരഞ്ഞെടുത്തവരായ ദൈവമക്കളുടെ അത്യന്തിക നന്മയായതുകൊണ്ടും പാപത്തിൽ നിന്നും നാം ഒഴിവുള്ളവരാകുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നു. മുൻവിധി ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഏതു മനുഷ്യനിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മുൻവിധിയോടെ കാര്യങ്ങളെ കാണുക, വ്യക്തികളെ സമീപിക്കുക എന്നൊക്കെയുള്ളത് വിശുദ്ധർക്ക് ഭൂഷണമല്ല. അത് നിഗൂഢമായ പാപമാണ്. അതുപോലെ തന്നെ പാപസ്വഭാവമാണ് മുഖപക്ഷം കാട്ടുക എന്നുള്ളത്. ഇവ രണ്ടിൻ്റെയും പരിണിത ഫലങ്ങൾ ഏറെ ദൂഷ്യ സ്വഭാവമുള്ളതാണ്. വിവിധ നിലയിലുള്ള പ്രശ്നങ്ങൾ ഇവയാൽ ഒരുവനിൽ സൃഷ്ടിക്കപ്പെടും. നമ്മിൽ പലരിലും ഇവയാലുണ്ടായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിലവിലുണ്ടാകാം. അവയെ അതിജീവിക്കുവാനുള്ള കാര്യങ്ങൾ തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. നാം വായിച്ച അല്പം മുമ്പ് നമുക്ക് കേട്ട കുറുവാക്യത്തെ വിശദമായി വ്യാഖ്യാനിക്കുവാൻ ഈ സമയം നമുക്ക് തികയില്ല. ഈ വാക്യത്തിലുള്ള ചിന്തയോടുള്ള ബന്ധത്തിൽ മുൻവിധിയും മുഖപക്ഷവും പത്രോസിൽ നിന്ന് നീക്കുവാൻ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് ഇതിനു മുൻപ് നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാക്യം പത്രോസിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നതിനെ വെളിപ്പെടുത്തുന്ന പദങ്ങളുള്ള ഒരു വാക്യം കൂടിയാണ്. പണ്ടുകാലത്തെ പാരമ്പര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു പത്രോസ് അപ്പോസ്തലനിൽ മുൻവിധി ഉണ്ടായിരുന്നത്. താൻ പുതിയ മനുഷ്യനാക്കപ്പെട്ടിട്ടും അതിൻ്റെ സ്വാധീനം തന്നിൽ വെളിപ്പെട്ടിരുന്നതിനാൽ തൻ്റെ മേൽ ദൈവം കൊടുത്തിരുന്ന ശുശ്രൂഷയ്ക്ക് അത് തടസ്സമായിരുന്നു. അതിനെ താൻ അതിജീവിക്കുവാൻ തനിക്കിടയായി. നമ്മിലുള്ള ദൈവം ഇഷ്ടപ്പെടാത്തതും നമ്മുടെ ആത്മീയ വർധനവിനും മുന്നേറ്റത്തിനുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നതുമായ ഇത്തരം ചില സ്വഭാവങ്ങളും മനോഭാവങ്ങളെയും നമുക്ക് പ്രിയരെ തകർത്തു കളയേണ്ടതായിട്ടുണ്ട്. അവ നിമിത്തമുണ്ടായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ തിരുവചനപ്രകാരം നാം പ്രവർത്തിക്കേണ്ടതായിട്ടുമുണ്ട്. ആദ്യം ഈ സ്വഭാവങ്ങൾ പാപമാണ് എന്ന് നാം തിരിച്ചറിയണം എന്നതാണ് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്.
1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പട്ടികാപാപങ്ങൾ ഒന്നും നാം ചെയ്യുന്നവരല്ലായിരിക്കാം. മരണകരമായ ഒരു പാപവും നമുക്ക് എടുത്തു പറയുവാൻ ഇല്ല എങ്കിലും ജീവിത നിലവാരത്തിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, ചിന്തകളിൽ, നമ്മുടെ സമീപനങ്ങളിലൊക്കെ വരുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ചെറിയതെന്ന് നാം കരുതുന്നതും ശരിയാണ്, സത്യമാണ്, അതിനെന്താ കുഴപ്പം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ നാം കാണുന്നതും ചിന്തിക്കുന്നതുമായ ചില പാപങ്ങൾ, അവ പലപ്പോഴും പ്രിയരെ അപകടകാരികളാണ് എന്ന് നാം തിരിച്ചറിയണം. അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടെങ്കിലേ മതിയാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വശമാണ് തിരുത്തേണ്ടത് എന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. അത് പാപസ്വഭാവമാകയാൽ പാപത്തെ അതിജീവിക്കുവാൻ ദൈവാത്മാവിൻ്റെ സഹായം നാം ചോദിക്കുകയും സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം വിട്ടുകളഞ്ഞ ആ സ്വഭാവം, നാം വിട്ടുകളഞ്ഞ ആ മനോഭാവം, നാം ഉപേക്ഷിച്ച ആ ചിന്തകൾ, പ്രിയരെ, അതിന് വിപരീതമായുള്ളത്, ദൈവവചനപ്രകാരമുള്ളത് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് മനഃപൂർവമായി നാം കൊണ്ടുവരണം. ആദ്യം അല്പം പ്രയാസകരമായി തോന്നാമെങ്കിലും പിന്നീട് അത് നമുക്ക് വഴങ്ങും. മുൻവിധിയും വിവേചനവും മുഖപക്ഷവും ദൈവം വെറുക്കുന്ന പാപമാകിയാൽ നമ്മോടുള്ള ബന്ധത്തിൽ അതിന് വിപരീതമായ സ്വഭാവങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നാം കഠിനമായ ശ്രമം നടത്തേണ്ടുന്നവരായി തീരണം. കൂടപ്പിറപ്പുകളെ, പലതും നമ്മിൽ പാരമ്പര്യ ആചാരങ്ങളോടുള്ള ബന്ധത്തിലോ പഴയകാല പ്രമാണങ്ങളോടുള്ള ബന്ധത്തിലോ നമ്മിൽ ഉൾനട്ടതാകാം. അത് വേരോടെ പറിച്ചു കളയുവാൻ ഇടയാകണം. അത് വളരുവാൻ അനുവദിക്കരുത്. അത് പറിച്ചു കളഞ്ഞാലേ മതിയാകും. നാം ശരിയാണ് എന്ന് കരുതി നാം പിൻപറ്റുന്ന ചില സ്വഭാവങ്ങൾ ഇന്ന് നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണത്തിനെതിരായി നിൽക്കുന്നവയായിരിക്കും. അവിടെ നാം അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ തടയപ്പെടുകയാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ദൈവം എങ്ങനെയായിരിക്കുന്നുവോ നാം അതുപോലെയാകണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനായി നാം നിലകൊള്ളണം. നമുക്കതിനു വേണ്ടി താല്പര്യപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ അനുകൂലത, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെടുവാൻ, നമ്മിൽ നിറഞ്ഞു നിൽക്കുവാൻ പരിശുദ്ധനായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചന ശ്രദ്ധയോടെ ഞങ്ങൾക്ക് കേൾക്കുവാനും ധ്യാനിക്കുവാനും നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻവിധി കൊണ്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രകാരമുള്ള മുൻവിധികളും മുഖപക്ഷങ്ങളും ഒക്കെ എടുത്തു കളയാൻ, അത് പറിച്ചു കളയുവാൻ, മറിച്ച് അതിന് വിപരീതമായ ദൈവം ഇഷ്ടപ്പെടുന്നതായ സ്വഭാവങ്ങൾ, അനുഭവങ്ങൾ, മനോഭാവങ്ങൾ ഒക്കെ ഉളവാക്കിയെടുക്കുവാൻ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തിന്മേൽ കർത്താവിൻ്റെ വിടുതലും അനുഗ്രഹങ്ങളും കൽപ്പിച്ച് മാനിക്കണമേ. ഇന്ന് പകലിൽ ജയകരമായ ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, സൗഖ്യം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എന്റെ വേദന ചുവന്നിടുന്നു, അമ്മ മറന്നാലും സോദര തള്ളിയാലും
നഷ്ടമതായാലും സമ്മതമെന്നിയേ. എന്റെ പ്രാണനാഥനേ, അവനിൽ ചാരി ഞാൻ ആശ്വസിക്കും. കോഴിതൻ കുഞ്ഞുങ്ങളെ പറച്ചിടുന്നതുപോൽ കണ്ണീരിൽ ഭയം. കോഴിതൻ കുഞ്ഞുങ്ങളെ പറച്ചിടുന്നതുപോൽ കണ്ണീരിൽ ഭയം. എന്റെ പ്രിയന്റെ സ്നേഹത്തെ പങ്കിച്ചിടാൻ നാഥനില്ലേ. നഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമെന്നിയേ. നഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും